Okay, 1 minute. First നമുക്ക് പരിചയപ്പെടാം. My name is Babu. My name is പരന്തു വാസു. ഞാൻ റോസ്ലിൻ. Hi. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മള്ളി ഇത് ഒരു ചോദ്യമാണ്. ഒരു പ്ലെയിനില് 504 ബ്രിക്ക് 504 ബ്രിക്കുകൾ കൊണ്ടുപോണ്ടായിരുന്നു. 504 ബ്രിക്ക്. അതിൽ ഒരെണ്ണം നിലത്ത് പോയി, ബാക്കി എത്ര ഉണ്ട്? അതിൽ ഒരെണ്ണം നിലത്ത് പോയി. ഒരു ബ്രിക്ക് പോയായിരുന്നു ഒന്നും കൂടെ. അതിൽ ഒരു ബ്രിക്ക് നിലത്ത് പോയി. ഒരു 504 ഒരെണ്ണം പോയി. 503 10 കോടി. ഓക്കെ, അല്ലല്ല കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ആനേനെ എങ്ങനെ ഫ്രിഡ്ജിൽ കേട്ടു? ആനേനെ ഫ്രിഡ്ജിൽ എങ്ങനെ കേട്ടു? വെട്ടി പീസാക്കി കേട്ടണം. അറിയോ? പരന്തുവാസുവിന് അറിയോ? വെട്ടി പീസ് ആയിട്ട് കേട്ടണം. അല്ല, ആനേനെ ഫ്രിഡ്ജ് തുറന്ന് കേട്ടണം. ഫ്രിഡ്ജ് അടച്ചിട്ട് നമുക്ക് എന്തായാലും കേട്ടാൻ പറ്റില്ല, തുറന്നാലേ കേട്ടാൻ പറ്റുള്ളൂ. ജിറാഫിനെ എങ്ങനെ കേട്ടും? ജിറാഫിനെ കേട്ടണമെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ട് അകത്തിരിക്കുന്ന ആന എടുത്ത് ആദ്യം വെളി വെക്കണം. ആദ്യം ആ വെളി വെക്കണം, എന്നിട്ട് ജിറാഫിനെ അകത്ത് ഫ്രിഡ്ജിനകത്ത് കേട്ടണം. രാജാവിന്റെ കല്യാണത്തിന് ഒരാൾ വന്നില്ല. ആര്? ഫ്രിഡ്ജിലിരിക്കുന്ന ജിറാഫ് ഫ്രിഡ്ജിലിരിക്കുമല്ലേ, അതിലേക്ക് വരാൻ പറ്റും. ഒരു പെൺകുട്ടി എന്നിട്ട് നദി കിടക്കാൻ പോയി. നദി കിടക്കണ നേരത്തെ നദിയില് ഫുള്ള് മുതലകളാണ്. അവസാനത്ത് ഇപ്പൊ എന്നിട്ട് കുട്ടി മരിച്ചു. എങ്ങനെ? എന്തോ കേട്ടില്ല. ഒരു നദി മൊത്തം മുതലകളാണ്. കുട്ടിക്ക് നദി കടക്കണം, നദി നീന്താൻ അറിയുന്ന കുട്ടിയാണ്. പാലില്ല. കുട്ടി നദി കടന്ന അറ്റത്തെത്തിയപ്പോ ചത്തുപോയി. എങ്ങനെ? പെൺകുട്ടി. മുതലുണ്ടല്ലോ, മുതല തിന്ന് കാണും. മുതലകള് കല്യാണത്തിന് പോയില്ലേ? പിന്നെ എങ്ങനെ കുട്ടി ചത്തത്? ഫസ്റ്റ് വന്ന് പ്ലെയിനിന്ന് വീണ് ഇഷ്ടികയില്ലേ, അത് തലയിൽ വീണ് ചത്ത്. റോസ്ലിൻ ഒന്ന് എനിക്ക് കാര്യം ചോദിക്കാനുണ്ട്. ബാബു ഒന്ന് റോസ്ലിൻ ഒന്ന് വരും. ബ്രോ, ഞാൻ റോസ്ലിനെ മാത്രമേ വിളിച്ചോളൂ. ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചു. എന്തോ? റോസ്ലിൻ, ഗംഗ റിവർ ആണോ പോണ്ടാണോ? ഗംഗ റിവർ. അയ്യേ, കേട്ടിട്ടില്ലേ? ഗംഗ ഇപ്പൊ പോണ്ട കേട്ടിട്ടില്ല. ആപ്പിളിന് പട്ടി കടിച്ചിട്ടുണ്ടാവും. എന്തോ? ആപ്പിളിന് പട്ടി കടിച്ചോ? ആപ്പിളിന് പട്ടി കടിച്ച ഐഫോൺ ആവും. ആപ്പിൾ ഐഫോൺ അല്ല, ആപ്പിൾ ആവും. ആപ്പിൾ ബ്രാൻഡ് അല്ല, ആപ്പിൾ പേ ആവും. റോസ്ലിൻ, can I say you something? Roslyn, can I say you something? Can I say you something ആണോ? Can I see you something? Can I say you something? പറഞ്ഞല്ലോ സംതിങ്. ഞാൻ കേട്ട്. അത് ഞാൻ ആദ്യമേ വിട്ട കേസാണ് കേട്ടോ. നേരത്തെ അടിച്ച കാര്യം എന്നോട് പറയണ്ടായിരുന്നോ? കുഴപ്പമില്ല. അത് റോസിന് അത് ഇടയ്ക്ക് തറയ്ക്ക് മുഖം തറയിൽ വീണതല്ല. മള്ളി വേറെന്തെങ്കിലും? ഇല്ല, വേറെ ഇന്നത്തേക്കുള്ളതാ. റോസിന് കാട്ടിൽ പഴം തിന്നുന്നതാരാണ്? എന്താ പഴം തിന്നുന്നതാരാണ്? മൃഗങ്ങളെല്ലാം പഴം തിന്നോ? കടുവ പഴം തിന്നോ? കടുവ തിന്നാറുണ്ട്. വെജിറ്റേറിയൻ ഒക്കെ ഉണ്ടല്ലോ. വെജിറ്റേറിയൻ കടുവേ? വേറെ സാധനം ഉണ്ട് ബാബു.
കുട്ടി ചേട്ടാ ഞങ്ങളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയാണ് ബ്രോ ഒന്ന് സംസാരിച്ചു. റോസ്ലിൻ റോസ്ലിൻ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണേ, ആലോചിച്ച് മാത്രം ഉത്തരം പറയാട്ടോ. ഒരു വലിയ കാട്, അതിൽ ഒരുപാട് മൃഗങ്ങളുള്ള കാടാണേ. അപ്പൊ അവിടെ ഒരാള് കാട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറെ നാളായിട്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്, പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും, അപ്പൊ സൂക്ഷിച്ചൊക്കെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി നേരെ കാട്ടിൽ പോയി, ഒരു മൃഗങ്ങളെ പോലും പുള്ളി ഒന്നും ചെയ്തില്ല, പുള്ളി തിരിച്ച് സർവൈവ് ചെയ്ത് വന്നു. എന്തുകൊണ്ടായിരിക്കും? എന്തോ കേട്ടില്ല. ജീവനുള്ളതുകൊണ്ട് വന്നു. തെറ്റിപ്പോയി. ഉത്തരം പറയട്ടെ? മൃഗങ്ങളെല്ലാം കുട്ടി മുമ്പേ പറഞ്ഞ കല്യാണത്തിന് പോയേക്കല്ലേ. പറഞ്ഞ ആലോചിച്ച് മാത്രം ഉത്തരം പറയുന്നത്. കുറച്ച് ആലോചിക്കാനുള്ള ചോദ്യമായിരുന്നു അത്, കുറച്ച് ടൈം എടുത്ത് ആലോചിച്ചിട്ട് കിട്ടിയതേ. ഇപ്പൊ ഒരു ടീമിനെ പട്ടി കടിച്ച എന്തുണ്ടാവും? എന്തോ ഒരു ടീമിനെ പട്ടി കടിച്ച എന്തുണ്ടാവും? ഒരു ടീമിനെയാ? ഒരു ടീമിനെ പട്ടി കടിച്ച എന്തുണ്ടാവും? ഓ പിന്നല്ല, ഞങ്ങൾ ആലോചിച്ച് ഉത്തരം പറയാറുള്ളൂ. നിങ്ങളുടെ വിൻഡോസിൽ എന്താ ഉള്ളേ? എന്റെ വിൻഡോയിൽ കൂടെ പുറത്ത് നോക്കിയാൽ വെളിയിലുള്ള സീനറീസ് ഒക്കെ കാണാം. വിൻഡോസിൽ എന്താ ഉള്ളേ? അല്ല, കർട്ടൻ. എന്റെ വീട്ടിൽ കർട്ടനില്ല, വിൻഡോസ് അതോട് നോക്കുമ്പോ വെളിയിലുള്ള കാര്യങ്ങളാണ്. സൂപ്പർ, അതെന്തായാലും നന്നായി. നമ്മുടെ വീട്ടിലില്ല. എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ജുവാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ജുവാൻ അങ്ങനെയാണോ പേര്? ജുവാൻ എന്ന് പറയുന്ന പെൺകുട്ടി. ഓക്കെ, ഡെയിലി സ്കൂളിൽ പോയിട്ട് ബസ്സിൽ വരും. ഒരു ദിവസം ബസ് കിട്ടിയില്ല, പക്ഷെ ആ ദിവസം കുട്ടി വീട്ടിൽ വന്നില്ല. എന്തുകൊണ്ട്? ബസ് കിട്ടാത്തോണ്ട്. അല്ല, നേരത്തെ പറഞ്ഞില്ല തലയിൽ ഇഷ്ടിക വീണു ചത്ത കുട്ടി, അതാണ് ജുവാൻ. പക്ഷെ കുട്ടി സ്കൂളിലല്ലോ കാട്ടിലെ പോയേ. സ്കൂൾ ബസ് കാട്ടിൽ കൂടെ നടന്നു വന്നപ്പോഴത്തെ എന്തൊക്കെയാ മറച്ചു വിടുന്നത്? ഒരു പെൺകുട്ടി എന്നിട്ട് നടുക്കടലിൽ കിടക്കണം. അവിടെ ഒരു പൂമരം മാത്രമേ ഉള്ളൂ. കേട്ടില്ല. ഒരു പെൺകുട്ടി നടുക്കടലിൽ കിടക്കണം, അവിടെ ഒരു പൂമരം മാത്രമേ ഉള്ളൂ. ആ കുട്ടി എങ്ങനെ രക്ഷപ്പെടും? പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കും, എന്നിട്ട് രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. എത്ര കപ്പലുണ്ടാക്കിയിരിക്കുന്നു നമ്മള്. ഗ്യാങ്സിലാണോ? അങ്ങോട്ടോ ഗ്യാങ്സിലോട്ടോ. ഹലോ ഹലോ. ഓ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഞാൻ ഈ സിറ്റിയിൽ തന്നെ മൂന്നാമത്തോട്ടാണ് വരുന്നത്. മൂന്നാമത്തെ ഈ സിറ്റി അല്ലാണ്ട് പുറത്തൊരു സിറ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പുറ സിറ്റിയിൽ ഒരു ഡുവോ എന്നൊക്കെ പറയുമായിരുന്നു. ഡുവോയാ? ഹിറ്റാച്ചി കഴിഞ്ഞിട്ടുള്ള ഒരു ഡുവോ. നമ്മളൊരു കൺസെപ്റ്റ് ഒക്കെ ഒരുമിച്ച് നിനക്ക് നമുക്കൊരു കൺസെപ്റ്റ് അടിക്കണ്ടേ? ഇവിടെ ഇവിടെ കൊറേ എന്തൊക്കെ വെക്കാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ അടി മാത്രം നടക്കുന്നു. ഇനിയിപ്പോ അടിയൊക്കെ മാറ്റാം, നമുക്ക് 2 ദിവസം നമുക്ക് സംസാരിക്കാം. അത്ര ഉള്ള എടാ, ഞാൻ ചെറിയൊരു അടി ഉണ്ടെന്നാ പോയിട്ട് വരാം. രാജരാജേശ്വരി. ഫോണിലാണ്, ഫോൺ എടുത്തില്ല, ഫോൺ എടുത്തിട്ട് തരാം. അപ്പൊ റോസലിൻ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. കാണാം. ഞാൻ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് റോസലിന് വേണ്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം.
നാട്ടിന് നാടിന് നല്ല റോസലിനും കുറച്ച് നല്ല ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വാ. പിന്നെ ഓക്കെ റോസലിൻ, അപ്പൊ see you. അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റഡ് ആയി മീറ്റിംഗ് ഏരിയയുടെ അവിടെ കോമൺ ലോക്കർ ഉണ്ട് കേട്ടോ. അവിടെ പെട്ടി ഒന്നും ഇടല്ലേ. കനാബി ആ പറയടി. നീ ഇങ്ങനെയൊക്കെ നടന്നോ? അല്ലാണ്ട് വേറെ നിനക്ക് വേറെ ഇതില്ല. ആ ഇപ്പൊ ഒന്നും മറക്കാവുന്നില്ല. ഇപ്പൊ എല്ലാം ഓക്കെ, എന്റെ ഓക്കെ. ആ എന്റെ പോയി. ഞാൻ പിന്നെ വേറെ കാര്യം പറയാൻ അർജന്റ് കാര്യമാണ്. ഗ്യാങ് സിറ്റുവേഷന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ്. ആരുമില്ലല്ലോ അടുത്തല്ലേ? ആരും എടുത്തില്ല. നമ്മള് വെറുതെ മുതുക്കി നിന്നാ മതി. ഇപ്പൊ പെമ്പിള്ളാരാണ് ഈ. ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു, ഞാൻ സിമ്പിളായിട്ട് പറയാം. ഒരു കല്ലെടുത്ത് മേളിലോട്ട് എറിഞ്ഞ അത് വീഴുന്ന ഒരു പെങ്കൊച്ചിന്റെ തലയിലായി ഈ സിറ്റിയില്. സത്യം മള്ളി, നമ്മുടെ ഭാര്യ ഇല്ലെങ്കിൽ സേഫാണ്. നമ്മുടെ ആ വീഴുന്നത് നമ്മുടെ ഭാര്യ ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം സേഫാണ്. അതായത് നമുക്ക് ഭാര്യ ഇല്ലല്ലോ സിറ്റിയില്. നമ്മുടെ ഭാര്യ ഒരിക്കലും നമ്മൾ എന്നും ഇപ്പോഴത്തെ സിംഗിൾ തന്നെ ആയിരിക്കണം. കമ്മിറ്റ് ചെയ്യരുത് ഇവിടെ ഞാൻ കമ്മിറ്റഡ് ആവത്തില്ല. ഇവിടെ ഒരിക്കലും കമ്മിറ്റഡ് ആവത്തില്ല. ഒരിക്കലും എലിയെ കമ്മിറ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടോ? അത് കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് കമ്മിറ്റ് ചെയ്തതല്ലേ? അതെ ഈ പ്രായത്തിൽ ആരും കൊടുക്കാനില്ല ഒരു ജീവിതം. ഇല്ല, സത്യം. അതാ അവർക്കൊരു വിഷമാവുന്നുള്ള രീതിയിൽ ഞാൻ കമ്മിറ്റ് ചെയ്ത. പക്ഷെ ഇനി കമ്മിറ്റ് ഇനി ഞാൻ ഇങ്ങനെ വഴുതി മാറും. ഡ്രിബിൾ ചെയ്ത് റൊണാൾഡോയും മെസ്സിയൊക്കെ പോണത് പോലെ. ഞാൻ വേറെ കേസ് പറയട്ടെ. മൊലാലി ഇന്ന് തന്നെ തെളിയിച്ചു മൊലാലി സ്ത്രീ വിഷയത്തിലൊരു കേമനാണ്. പിന്നെ അല്ല, അതൊക്കെ ഫ്രിഡ്ജിലിരിക്കണ ആന ഇറക്കുന്നു, ജിറാഫിനെ അകത്ത് കയറ്റുന്നു. ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിട്ടില്ലല്ലോ ഒരു കാര്യത്തിന് വേണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വട്ടം എന്റെ തിരിച്ചു വരവെന്ന് പറയണത് ഐക്യു ആണ് ശരിക്കും ഞാൻ ബൂസ്റ്റ് ചെയ്തത്. ഗൺ പവർ ഒന്നും ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായി. ഇന്നേ വരെ ഗൺ പവർ ബൂസ്റ്റ് ചെയ്യാത്തോണ്ട് ഇച്ചിരി ഐക്യു ബൂസ്റ്റ് ചെയ്താ മറ്റേ കൊച്ചിന്റെ തലയിൽ തേങ്ങ ഇട്ട് കൊന്ന പരിപാടി. അണ്ണാ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ, പറ്റുമെങ്കിൽ ആ കുരങ്ങന്മാരെല്ലാം കൊന്നിട്ട് മുതുകിന്റെ മുകളിൽ കാണിച്ചതല്ലേ ബ്രോ? ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്. $10. എന്താടാ പറഞ്ഞില്ല, കേട്ടില്ല. അല്ല മുള്ളിൽ എന്തോ ആഗ്രഹം വായിക്കുവാണെന്ന് തോന്നുന്നു. അത് എന്തോ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു. അത് മറ്റേ TX ഗെയിമിങ്ങിന്റെ ഒരു ആരാധകൻ വന്നായിരുന്നു ഇവിടെ. പുള്ളി പറഞ്ഞ ഒരു കാര്യം വായിച്ചത്. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. നീ കോഴിയുടെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വന്നേ. മൈക്ക് കയ്യിൽ താഴെ വെച്ചിട്ട് ഒന്ന് ഞാൻ ഒരു കാര്യം പറയാം ബാബു. വേറൊരു കാര്യം പറയാൻ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഡീല് വന്നു, നമ്മൾ കമ്മിറ്റഡ് ആവത്തില്ല. പക്ഷെ സൈഡിൽ കൂടെ നീ വലിക്കരുത്. അത് നിന്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണെന്ന് എനിക്ക് അറിയാടാ. ഞാൻ ഒറ്റ കാര്യമുള്ളൂ ബാബു, ഞാൻ വേറെ ഇത് ആരെ കേൾപ്പിച്ചാലും നിന്നെ ഒരിക്കലും ലീഡർ ആക്കത്തില്ല. നിന്നെ ഞാൻ ലീഡർ ആക്കത്തില്ല. അല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു വേപ്പിച്ചു വെച്ചേക്കോ ഇപ്പോഴേ. ആ ഒരു ഇതെല്ലാം പറഞ്ഞു വെച്ചേക്കോ, എല്ലാം പറഞ്ഞു വെച്ചേക്കോ. അത് പറ്റത്തില്ല, അത് ഞാൻ പറയത്തില്ല. ചന്ദ്ര എവിടെ ഉണ്ട്? എവിടെയാ? ആ ഒന്ന് താഴോട്ട് പറഞ്ഞേ. ഇവിടെ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. വാ വാ വാ. വരുമ്പോഴേ എന്തേലും പറഞ്ഞങ്ങ് ആ സന്തോഷം കളയണം കേട്ടാ അവന്റെ. കേട്ടാ, ക്രോസർ ഉണ്ട്, നിങ്ങൾക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. ക്രോസർ ഉണ്ട്. അപ്പൊ എങ്ങനെയാ ബ്രോ? പിന്നല്ല, വരുമ്പോഴേ ഒരു കോൺഫിഡൻസിലാണ് വന്നേക്കണം കേട്ടാ. അത് വരുമ്പോഴേ അങ്ങ് നിന്നെ പോലെ ബാഡിയും ചട്ടിയിട്ടോണ്ട് വരണോ? നിന്റെ വായിലെ പല്ലും ഞാൻ പറഞ്ഞ അവരങ്ങ് ആയിക്കോളും. എനിക്ക് വലിയ പണിയില്ല, മനസ്സിലായോ? വായിൽ നാക്കിലൊക്കെ തെണ്ടടിക്കുന്ന പറഞ്ഞേട്ടോ. അന്നാ ഞാൻ ഇപ്പൊ പോയിട്ട് ഡ്രസ് മാർക്കറ്റ് ഇടിയുന്നതിനനുസരിച്ച് ചന്ദ്ര ഫീൽഡിൽ പിടിച്ചിരിക്കാൻ വേണ്ടി എവിടൊക്കെയാ കുത്തുന്നതെന്ന് അറിയോ? മൂക്ക് കുത്തുന്നു, പുക്കുള്ളത് കുത്തുന്നു.
ഈ ആൾ മുള്ളി രണ്ട് നെഞ്ചിൽ സ്റ്റഡ് അടിക്കുമെന്ന് പറയുന്നേട്ടില്ല നിപ്പിൾ സ്റ്റഡ് അടിച്ചിട്ടുണ്ടാവും ടീഷർട്ട് ഇടുമ്പോ കാണാനൊന്ന് ഫീൽഡിൽ പിടിച്ചേക്ക് എന്തൊക്കെയാണ് ചെയ്യണല്ലേ ഡോറെ കിടക്കണ എല്ലാരും സത്യം മുള്ളി ഒരു വണ്ടി വരുന്നുണ്ട് ഇത് പോയിട്ട് വന്ന ഫ്ലോയിൽ തന്നെ പോയി അവിടെ പോയിട്ടാ എന്റെ ഒരു അഭിപ്രായം ഞാൻ ഇപ്പൊ പറയട്ടെ ചന്ദ്രൻ ഡ്രസ് മാറാൻ പോകുമ്പോ ഇപ്പൊ അവനെ കൊണ്ടുപോകല് വണ്ടി താഴെ സത്യം സത്യം ബാബു ഒരു കാര്യം പറയട്ടെ പിള്ളേർ കേക്കണ്ടേ വന്ന് നീങ്ങനാണോ ഇത് ഞാനൊരു കാര്യം പറയട്ടെ മുള്ളി സംഗതി ഇവിടെ നിൽക്കുകയാണ് പക്ഷെ എവിടെയെങ്കിലും പോവാണെങ്കിൽ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകണം എവിടെയെങ്കിലും പോവാണെങ്കിൽ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകണം ബാലിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് ഉരുട്ടിയതാ തിരിച്ച് നമ്മൾ ഉരുട്ടി പക്ഷെ അവരെ ഉരുട്ടിയത് ഉരുട്ടിയതല്ലേ അതാ പറഞ്ഞ അവരെ കൊണ്ടുപോകും അപ്പൊ എന്തെങ്കിലും മുള്ളി എന്റെ കൈ ഒന്ന് പിടിച്ചോളേ ഒരു മുള്ളിക്ക് പേടിയുണ്ട് ഓനല്ലേ എനിക്ക് വേണ്ടില്ല ഉറപ്പായിട്ട് നീ പുറകിലോട്ട് നിന്നാ മതി എന്റെ പുറകെ തന്നെ നിന്നാ മതി മനസ്സിലായോ അല്ല ഞാൻ അവരങ്ങനൊന്നും പറയാറില്ല അങ്ങനെ അവർക്ക് അങ്ങനൊന്നും ഇല്ലടാ അവർക്ക് അങ്ങനൊന്നും ഇല്ല ഇല്ല തിരക്കിയവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ തല്ലേ അതാണ് അവരുടെ ഒരു മുള്ളി ഫ്രണ്ടിൽ നടന്നോ ഞാൻ ബാക്കിലുണ്ടാവും ഓക്കെ ഓക്കെ ഓൾ ഗുഡ് മേടിക്കണ്ട വേറെ സീനൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ആരടാ ഇത് അണ്ണാ അണ്ണ കേറണ വാസണ്ണ ഇനി ഓട്ടോയിലാ വരുന്ന വാറിന് ഇതിനങ്ങ് വിട്ടാലോ ഞാൻ പറയാ കൊലയെ പിടിച്ചെങ്കിൽ ഹീറോടാ ഹീറോ നമ്മുടെ സിറ്റിയിലെ ഓട്ടോ ഷമ്മി അണ്ണാ നമുക്ക് ഇതിനങ്ങ് ഗ്യാങ് പറഞ്ഞു വിട്ടാലോ അണ്ണ ഇത് ഓടിച്ചേ പോണം ഞങ്ങൾ കൊലയെ പിടിച്ച് പറയാനങ്ങ് ഇരിക്കുക നോക്കി ഇത് പെട്ടെന്ന് മറിയോടാ കിഡോ അവിടെ അത് സീനില്ല പിറ്റേന്ന് നിൽക്കുമ്പോ ധാരാളം അവന്മാരല്ലേ സൂപ്പർ ആയിരിക്കും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരെ പോയിട്ട് വരാം ഹോണില്ല കേട്ടി വിടണ ധൈര്യമായിട്ട് ഒരു വിഷയമല്ല രണ്ട് പഴം പോയതേ ഉള്ളു ഒരു വിഷയമല്ല ഇത് ഓട്ടോ ഇവിടെ എന്തെങ്കിലും തട്ടി നിൽക്കുവാ ഇല്ല അതൊരു വിഷയമല്ല കാറിന്റെ കൊളീഷനിൽ ഓട്ടോ ആക്കിയതാണ് പുള്ളി ഇതില് വാറിൽ പോയത് ആലോചിച്ചാണ് ഇതില് വാറിലൊക്കെ ഇതിപ്പോ പോതവേ കിട്ടും കേട്ടോ വാക്കിന് കൊലയെ പിടിച്ച് അവിടെ ആരോ വെടിവെക്കുന്ന ബാബുവിനെ കൊണ്ടുപോയി ബാബു ഒക്കെ അല്ലേ ഞാൻ ഓക്കെ എനിക്ക് കൊണ്ടില്ലത് എങ്ങനെയുണ്ടോ സുഖമുണ്ടോ എടാ ഈ സിറ്റിയിലെ റീഫ്രഷ് ചെയ്താണ് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്